ഹായ് ഫ്രണ്ട്സ്, ഞാൻ അജിഷ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സമാധാനപരമായിട്ടുള്ള കുടുംബം ആഗ്രഹിക്കാത്ത ആളുകളുണ്ടാവില്ല. പലർക്കും അത് ലഭിച്ചിട്ടുണ്ടാവും, പല ആളുകൾക്കും അത് കിട്ടാതെ വന്നിട്ടുണ്ടാവും. സമാധാനപരമായിട്ടുള്ള കുടുംബത്തിന് വേണ്ടിയിട്ടുള്ള ചില ടിപ്പുകൾ നമുക്ക് ചെയ്യാൻ പറ്റും. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ ഒന്നാമതായിട്ട് പറയുന്നത്, എല്ലാ കാര്യങ്ങളും നമ്മൾ എല്ലാവരോടും പറയരുത്. അതായത് ഒരു ഉദാഹരണമായിട്ട് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പുതിയൊരു വീട് വാങ്ങുന്നു, അല്ലെങ്കിൽ പുതിയൊരു സ്ഥലം വാങ്ങുന്നു, പുതിയൊരു വണ്ടി വാങ്ങുന്നു. നമുക്കത് മറ്റുള്ളവരോട് പറയാന്നുള്ളത് ഒരു സന്തോഷമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ നമ്മുടെ സന്തോഷം എല്ലാവരും ഒരുപോലെ സന്തോഷിക്കണം എന്നില്ല. അതുകൊണ്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന നല്ല നല്ല കാര്യങ്ങൾ അത് എല്ലാവരുമായിട്ട് പരമാവധി ഷെയർ ചെയ്യൽ കുറയ്ക്കുക. ഇവിടെ രണ്ടാമതായിട്ട് പറയുന്നതെന്ന് വെച്ചാൽ, കുടുംബത്തിൽ നടക്കുന്ന പ്രശ്നങ്ങൾക്ക് പങ്കാളിയെ വിട്ടുകൊടുക്കാതെ അവരെ സംരക്ഷിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം ഇന്ന് പല കുടുംബങ്ങളിലും പല പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത് അവർ തമ്മിൽ തീർക്കട്ടെ എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട്. നമ്മുടെ ഇണ എന്ന് പറയുന്നത് നമ്മളെ വിശ്വസിച്ച് എന്താ പറയുക, അവരുടെ അച്ഛനമ്മമാരെ വിട്ട് നമ്മുടെ കൂടെ വന്ന ആളുകളാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഒരു സപ്പോർട്ട് അവർക്ക് ഉണ്ടാവേണ്ടതുണ്ട്. അപ്പോൾ ആ കുടുംബത്തിൽ വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ തെറ്റും ശരിയും ചൂണ്ടിക്കാണിച്ച് തൻ്റെ പങ്കാളിയോടൊപ്പം നിന്ന് ആ ഒരു പ്രശ്നങ്ങളിൽ നിന്ന് സംരക്ഷിക്കേണ്ട ചുമതല പങ്കാളിക്കുണ്ട്. അതൊരു പരിധിവരെ സമാധാനപരമായിട്ടുള്ളൊരു കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള ഒരു നല്ല കാരണമാണ്. മൂന്നാമതായിട്ട് ഇവിടെ പറയുന്നത്, അതിരുകൾ വെച്ച് മുതിർന്നവരെ സ്നേഹിക്കാൻ പഠിക്കുക. നമ്മൾ ഒരു എന്താ പറയുക, ഒരു അതിര് കടന്നിട്ട് മറ്റുള്ളവരെ സ്നേഹിക്കുന്ന ഒരു പ്രവണത പലരിലും കാണാറുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാവരെയും നമ്മൾ സ്നേഹിക്കണം. ഏതൊരു സ്നേഹത്തിൻ്റെ ഇടയിലും നമ്മളെപ്പോഴും ഒരു അതിർവരമ്പ് ഉണ്ടാക്കുന്നത് നല്ലതായിരിക്കും. അടുത്തതായിട്ട്, അത് നമ്മൾ പലപ്പോഴും നമ്മൾ എന്താ പറയുക, നമ്മളുടെ ഓരോരുത്തരും ഒരു സ്വഭാവ രീതിയാണ്. അതായത് നമുക്ക് നല്ലൊരു മികച്ച ജീവിതം ഉണ്ടെങ്കിലും നമ്മൾ മറ്റുള്ളവരുടെ ജീവിതവുമായിട്ട് താരതമ്യം ചെയ്യുന്ന ഒരു പ്രവണത പലരിലും കണ്ടുവരാറുണ്ട്. നമ്മളെ ജീവിതം ചെറുതാവട്ടെ വലുതാവട്ടെ, എങ്കിലും ഒരിക്കൽ പോലും നമുക്ക് ഒരു ചെറിയൊരു ചെറ്റക്കുടിൽ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാലും അതിൽ സമാധാനം ഉണ്ടാവുക എന്നാണ് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. പലർക്കും മണിമാളികകൾ ഉണ്ടായിട്ടും ഇട്ടുമൂടാനുള്ള പണം ഉണ്ടായിട്ടും സമാധാനപരമായിട്ട് ഉറങ്ങാൻ പറ്റാത്ത സിറ്റുവേഷൻ പലർക്കും ഉണ്ടാവാറുണ്ട്. അതനുഭവിച്ചവർക്ക് അതറിയാൻ പറ്റും. അപ്പോൾ ഒരിക്കലും നമുക്കുള്ള നല്ല ജീവിതത്തെ മറന്നുകൊണ്ട് മറ്റുള്ളവരുടെ ജീവിതം നോക്കിയിട്ട് അവരിങ്ങനെ നമുക്കിങ്ങനെയില്ല എന്നൊരിക്കലും പറയാൻ പാടില്ല. അത് നമ്മുടെ ജീവിതത്തെ വളരെയധികം ബാധിക്കുന്ന ഒന്നാണ്. അടുത്തത് എന്നാൽ, എല്ലാവരും നമ്മൾ ബഹുമാനിക്കണം. നമ്മളെ കുടുംബത്തിലുള്ളവരെയും നമ്മൾ മുതിർന്നവരെയും ഒക്കെ നമ്മൾ ബഹുമാനിക്കണം. പക്ഷെ ബഹുമാനം എന്നത് അതൊരിക്കലും ഒരു ദുരുപയോഗം ചെയ്യേണ്ട ഒന്നല്ല. കാരണം എന്ന് വെച്ചാൽ, അവർ മോശമായിട്ടുള്ള രീതിയിൽ പ്രവർത്തിക്കുന്ന ആളുകളാണെങ്കിൽ അവരെ ഒരിക്കലും ബഹുമാനിക്കേണ്ടതില്ല. നമ്മളെ കുടുംബത്തിലുള്ള ആളുകളായി കഴിഞ്ഞാലും മോശപ്പെട്ട രീതിയിലാണ് അവർ പെരുമാറുന്നതിന് അവരെ ബഹുമാനിക്കേണ്ട ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ കുടുംബത്തെ പിന്തുണയ്ക്കുക എന്നാൽ മോശമായ കാര്യങ്ങൾക്ക് പണം ചെലവഴിക്കാതിരിക്കുക. കാരണം കുടുംബം എന്നാൽ കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ആ കുടുംബത്തെ പിന്തുണയ്ക്കേണ്ടത് തീർച്ചയായിട്ടും നമ്മുടെ കടമ തന്നെയാണ്. പക്ഷേ ശരിയല്ലാത്തൊരു കാര്യത്തിന്, ആവശ്യമില്ലാത്തൊരു കാര്യത്തിന് കുടുംബം എന്തെങ്കിലും പറയുമ്പോൾ അതിൻ്റെ ഒപ്പം നിന്നിട്ട് അത് ചെയ്യണമെന്ന് ഒരിക്കലും അതില്ല. അത് ദുരുപയോഗമായിട്ടുള്ളൊരു കാര്യമാണ്. അത് കുടുംബത്തെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളിലേക്കും പ്രതിസന്ധികളിലേക്കും കൊണ്ടുപോകുന്ന ഒന്നാണ്. പിന്നെ പറയുന്നത്, ചില വിജയങ്ങൾ, അതായത് നമുക്ക് നല്ല രീതിയിലുള്ള പല വിജയങ്ങളും നമ്മൾക്കുണ്ടാവാറുണ്ട്. ആ വിജയങ്ങളെല്ലാം നമ്മൾ കേട്ട പാടെ നമ്മളെ കുടുംബത്തിലുള്ളവരായിട്ട് ഷെയർ ചെയ്യാൻ പാടില്ല. കാരണം ഈ ബന്ധുക്കൾ എന്ന് പറയുമ്പോൾ നമ്മളെ കുടുംബത്തിലുള്ളവർ മാത്രമല്ല, അത് പുറമേ ഉള്ളവരുണ്ട്. എല്ലാവരും ഒരുപോലെ ആവണമെന്നില്ല, എല്ലാ കുടുംബത്തിലുള്ള ആളുകളും ഒരുപോലെ ആവണമെന്നില്ല. അത് നമ്മുടെ സന്തോഷങ്ങളും നമ്മളെ വിജയങ്ങളും ആഘോഷിക്കാനും സന്തോഷിക്കാനും കഴിയാത്ത ആളുകളുണ്ടാവും. അപ്പോൾ അത്തരക്കാരോട് നമ്മളുടെ നല്ല രീതിയിലുള്ള വിജയങ്ങൾ അവതരിപ്പിക്കാതിരിക്കുക. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് സമാധാനപരമായിട്ടുള്ള ഒരു കുടുംബജീവിതം ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള ചില ടിപ്സുകൾ. നമുക്കെല്ലാവർക്കും നല്ലൊരു ജീവിതം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു.